മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കാണിക്കുന്നത് മഹാലക്ഷ്മി ഇങ്ങനെ ബോധം കെട്ടി കിടക്കുന്നതാട്ടോ. അപ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട്, നമ്മളോട് ഇവളെ ഇപ്പം തന്നെ തീർത്ത് കളയാനല്ലേ പ്രതാപം പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം മെയിൻ ഗുണ്ട പറയുന്നുണ്ട്, ഇപ്പം തന്നെ നമ്മൾക്ക് ഇവളെ തീർത്ത് കളയൊന്നും വേണ്ട, ആദ്യം തന്നെ ഇവൾക്കൊന്ന് ബോധം തെളിയട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ മഹാലക്ഷ്മിക്ക് ബോധം തെളിയുന്നുണ്ട്. മഹാലക്ഷ്മി നോക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ വീടൊന്നുമല്ല കാണാൻ, വേഗം മഹാലക്ഷ്മി പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ഗുണ്ടകൾ ഇവളുടെ അടുത്തേക്ക് വന്ന് മഹാലക്ഷ്മിയെ ഒരുപാട് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് കണ്ണൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. ഉറക്കം എഴുന്നേറ്റിട്ട് ഉടനെ മഹാലക്ഷ്മിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മിക്ക് ഫോൺ ചെയ്യുമ്പോൾ മഹാലക്ഷ്മിയുടെ അമ്മയാണ് ഫോൺ എടുക്കുന്നത്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, മോളെ കാണുന്നില്ല, ഇന്നലെ രാത്രി തൊട്ട് ലക്ഷ്മി മോളെ കാണാനില്ല, മോനെ എത്രയും പെട്ടെന്നൊന്ന് അന്വേഷിക്കണം, ഞാൻ ഇന്നലെ രാത്രി മോനെ വിളിച്ചായിരുന്നു, മോനെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല എന്നൊക്കെ മോഹിനി കണ്ണനോട് പറയുന്നുണ്ട്. അതിനുശേഷം രാത്രി നടന്ന എല്ലാ വിവരങ്ങളും മോഹിനി കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടതും കണ്ണന് മനസ്സിലാവുന്നുണ്ട് ഇത് പ്രതാപിൻ്റെയും കരുണയുടെയൊക്കെ ചതിയാണെന്നുള്ള വിവരം. പെട്ടെന്ന് തന്നെ അനന്തുവിനെ വിളിച്ച് കണ്ണൻ ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനന്തും കണ്ണനും കൂടി മഹാലക്ഷ്മിനെ അന്വേഷിക്കാനായിട്ട് പോകുവാണ് കേട്ടോ. പോണ വഴിക്ക് അമ്പലം കാണുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം, അതുകൊണ്ട് നീ വണ്ടി ഒന്ന് ഒതുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് എപ്പോഴും കാണാറുള്ള ആ ദേവി വരുന്നുണ്ട് കേട്ടോ. ആ ദേവി വന്നിട്ട്, എന്താ മോനെ ഈ നേരത്തെ അമ്പലത്തിൽ, മോൻ വളരെ വിഷമത്തിലാണല്ലോ, മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മോനക്കൊന്നും ഒരു കുഴപ്പവും വരില്ല, മഹാലക്ഷ്മിക്കും യാതൊരു കുഴപ്പവും വരില്ല, നിങ്ങൾ ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു സീനിലാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പ്രൊമോയിൽ വീണ്ടും കാണാം.